എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഈ പറഞ്ഞ പോലത്തെ പെൻഷൻ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറയുള്ളൂ. അതുപോലെ കുറേ ഇങ്ങനെ ആവശ്യമില്ലാതെ കുറേ വീഡിയോ ഇട്ടു, നാളെ കിട്ടും, അല്ലെങ്കിൽ ഇന്ന് കിട്ടും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കിട്ടും, എന്നിട്ട് ഇങ്ങനെ വീഡിയോ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളത് കാണുന്നു, നിങ്ങൾ തെറി വിളിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം തെറി വിളിക്കുന്നതും ചീത്ത പറയുന്നതൊക്കെ എന്താണ്, അതിൻ്റെ വിഷമം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഇതിപ്പം ഈ കാണുന്ന ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന ഈ അമ്മച്ചിമാരുടെയൊക്കെ മുഖത്ത് ഒരു സന്തോഷം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രയ്ക്കും ബുദ്ധിമുട്ടി നിൽക്കുന്ന, അവർക്ക് ഇപ്പം മരുന്നിന് പോലും പറ്റാതെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. അതിപ്പോൾ കൂടുതലായിട്ട് വിശദീകരിച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം, എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും സ്നേഹമുള്ളവരാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത അതുപോലെ തന്നെ നമുക്കറിയാവുന്ന അമ്മാമ്മമാർ, വയസ്സായ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ്. എൻ്റെ അടുത്തൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, മോനെ ഈ പറഞ്ഞ പോലെ നാളെ എനിക്ക് പെൻഷൻ കിട്ടും, എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് നാളെ പെൻഷൻ കിട്ടും എന്നുള്ള മെമ്പർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ വീഡിയോ കണ്ടു, ടി വി കണ്ടു, അപ്പോൾ അതിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അവർ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ പലവരിൽ നിന്നും കാശും വാങ്ങും. അത് തിരിച്ചു കൊടുക്കാൻ പറ്റണ്ടേ? ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലെ വീഡിയോ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കാശ് കിട്ടും, പക്ഷെ ഒന്നും നടക്കില്ല. അപ്പോൾ അത് കണ്ട കാരണമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, സത്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന ആ സമയത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനെ വന്നിട്ട് വീഡിയോ ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ കണ്ടില്ലേ, ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഈ ജീവിതത്തിൽ നടക്കുന്നത്. എങ്ങനെയാണ് ആ കാശ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒന്നാലോചിച്ച് നോക്കി. എന്തിനാലോചിക്കുന്നതല്ല, എല്ലാവർക്കും അറിയാവുന്നല്ലേ. പിന്നെ ഇവൻ എന്തിനായി കിടന്ന് പറയുന്നത്? ആ പറയാനുള്ള കാര്യം, എന്തായാലും അക്കൗണ്ടിൽ കാശ് വന്നു എന്ന് പറഞ്ഞില്ലേ, ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടോ, കുഴപ്പമില്ല. അതല്ല മനസ്സിലെല്ലാവരും ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ആവരുതില്ല. ഇനിയും ഇതുപോലൊക്കെ തന്നെ, ഇനിയും പെൻഷൻ വരുന്ന സമയത്ത് ഞാൻ ഓടി വരും, ഇതുപോലെ തന്നെ വന്നിട്ട് ഞാൻ പറയും, ചെയ്തേ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ, കാശ് വന്നു, ക്രെഡിറ്റ് ആയിട്ടുണ്ട്, എല്ലാവരും ഓടിക്കോ, പോയിട്ട് കാശ് എടുത്തോ, എന്താണെന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകും, മരുന്ന് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങും. അങ്ങനെയെല്ലാം ഞാൻ വന്നിട്ട് പറയും. അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, കാശ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് ഞാനങ്ങനെ ഇങ്ങനെ 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 അതന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോളാം. അപ്പം ശരി, ഇപ്പോൾ കൂടുതൽ ഒന്നും പറഞ്ഞിട്ട് ഇപ്പം ബുദ്ധി മുട്ടിപ്പിക്കുന്നില്ല. ഞാൻ പോവാണേ, പറയാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു. ആരൊക്കെയോ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നീയും അങ്ങനെയൊക്കെ തന്നെയല്ലേ, അവരെ പോലെയൊക്കെ തന്നെയല്ലേ നീയും പറഞ്ഞു പോയിട്ടുള്ളൂ. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. ശരി, ടാറ്റാ.